ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുവിധ പോർട്ടലിൽ 73,000-ത്തിലധികം അപേക്ഷകളാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ സുതാര്യത ഉറപ്പുവരുത്താൻ ആരംഭിച്ച ഏകജാലക സംവിധാനമായ സുവിധ പോർട്ടൽ വഴി 44,600-ലധികം അപേക്ഷകൾക്ക് അനുമതിയും നൽകി. സ്വതന്ത്രവും നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക പ്രതിവിധിയാണ് സുവിധ പോർട്ടൽ. ശ്രദ്ധേയമായ ട്രാക്ക് റെക്കോർഡ് പ്രകടമാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സ്ഥാനാർത്ഥികളിൽ നിന്നും അനുമതികൾക്കും സൗകര്യങ്ങൾക്കും അപേക്ഷകൾ നേടുന്നതിനും പ്രവർത്തിക്കുന്നതിനും സുവിധ പോർട്ടൽ നിർണായക പങ്ക് വഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നതു മുതൽ വെറും 20 ദിവസത്തിനുള്ളിൽ സുവിധ പ്ലാറ്റ്ഫോമിൽ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സ്ഥാനാർത്ഥികളിൽ നിന്നും ലഭിച്ചത് 73,379 അനുമതി അപേക്ഷകൾ. ഇതിൽ 44,626 അപേക്ഷകൾ അംഗീകരിച്ചു. അപേക്ഷകളുടെ 15%, അതായത് ഏകദേശം 11,200 അപേക്ഷകൾ നിരസിക്കപ്പെട്ടു. കൂടാതെ 10,819 അപേക്ഷകൾ അസാധുവോ ഡ്യൂപ്ലിക്കേറ്റോ ആയതിനാൽ റദ്ദാക്കി. 2024 ഏപ്രിൽ 7 വരെ ലഭ്യമായ വിശദാംശങ്ങൾ അനുസരിച്ച് ബാക്കി അപേക്ഷകൾ പരിഗണിച്ചു വരികയാണ്. പ്രചാരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും താൽക്കാലിക പാർട്ടി ഓഫീസുകൾ തുറക്കുന്നതിനും വീട് തോറുമുള്ള പ്രചാരണത്തിനും വീഡിയോ വാനുകൾക്കും ഹെലികോപ്റ്ററുകൾക്കും വാഹന പെർമിറ്റുകൾ നേടുന്നതിനും ലഘുരേഖകൾ വിതരണം ചെയ്യുന്നതിനുമുള്ള അനുമതികൾ സുവിധ പോർട്ടൽ വഴിയാണ് നൽകുന്നത്. ആദ്യം എത്തുന്നവർക്ക് ആദ്യം എന്ന തത്വത്തിലാണ് അനുമതി അഭ്യർത്ഥനകൾ പരിഗണിക്കുന്നത്. സുവിധ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും ആവശ്യമായ അനുമതികൾ തുല്യമായി ലഭിക്കുന്ന നീതിയുക്തവും കാര്യക്ഷമവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം സുഗമമാക്കാനുള്ള പ്രതിബദ്ധത ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചുറപ്പിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.